താങ്കളുടെ മണ്ഡലം കൂടിയായ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയാണ് തുടർച്ചയായി വിജയിച്ചു വരുന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആന്റോ ആന്റണി പരാജയപ്പെടും എന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജയിക്കാനുള്ള ട്രിക്ക് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ജയിച്ചു പോവുകയാണ്. ഇത്തവണ വീണ്ടും അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് കേൾക്കുന്നത്. എന്താണ് അതിന്? ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥിയാകുന്ന ആളെ പറ്റി മോശം പറയാൻ ശരിയല്ല, ഒന്നും പറയുന്നില്ല. അത് അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായം എല്ലാവർക്കും. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ യോഗ്യനാണെന്ന് വരെ എൻ്റെ അഭിപ്രായം. അപ്പുറത്ത് തോമസ് ഐസക് CPM സ്ഥാനാർത്ഥിയാകുമെന്ന് കേൾക്കുന്നുണ്ട്. തോമസ് ഐസക് കൊള്ളാവുന്നയാളാണ്. എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ 4 ലക്ഷം കോടി രൂപ കടമുള്ളൂ നമുക്ക്. ആ കടം കിബിയുടെ കടം മുഴുവൻ മേടിച്ച് ഈ കേരളത്തെ കടക്കണിയിൽ മുക്കിക്കൊന്ന ഐസക് ഏറ്റവും മാന്യനായ നേതാവാണ്. എൻ്റെ അടുത്ത് നേതാവ് പഠിച്ചവനാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ കടത്തിൽ മുക്കിയതിന് ഉത്തരവാദിത്വം ഐസക് പറഞ്ഞിട്ട് വേണം ഐസക് മത്സരിക്കാൻ. അത് മസ്റ്റാണ്. ഇതിനു മുൻപ് തന്നെ ED വലയിലേക്ക് ഐസക് എത്തുമോ? അത്തരം നീക്കങ്ങൾ നടക്കും. ഞാൻ അതിലേക്ക് കടക്കുന്നു. ED എൻ്റെ അപ്പനല്ല. ED അവനെന്നെ ഇത് ആർക്കറിയാം? എനിക്കറിയത്തില്ല, ഞാൻ ഇടപെടാറുമില്ല. ശരി, ഈ പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണത്തിൽ അങ്ങയുടെ മകനാണ് പരാതിക്കാരനായി നിൽക്കുന്നത്. അതിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ലാവ്ലിൻ കേസ് അടക്കം താങ്കൾ തന്നെ കോട്ടയത്ത് വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ഒക്കെ പറയുന്നുണ്ട്, ഇതിൽ പല അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കുന്നുണ്ട്, അത് ഞാൻ പിന്നീട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വിഷയത്തിലെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത അന്വേഷണം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? 100%. ഇത് കോടതിയാണ് തീരുമാനിച്ചിരിക്കുക, അല്ലാതെ വേറെ ആരും തീരുമാനമല്ല. ഇവിടെ പലരും പറയുന്നത് ഇന്നലെ ആ ഏകവാരം മടയർത്താനം പറഞ്ഞു കേട്ടു. കോടതിയിൽ ഇരിക്കുന്ന കേസിന് ഈ SFI എങ്ങനെ വന്നു? SFI എന്ന് പറഞ്ഞാൽ ഈ AK ഈ മണ്ടൻ സംഘടനയെന്ന് അയാൾ വിചാരിച്ചിരിക്കുന്നു. കോടതിയിൽ എൻ്റെ മകൻ കൊടുത്ത കേസ് കോടതിയിലാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻക്വയറി പറഞ്ഞു. ആ എൻക്വയറി ഇപ്പം എൻ്റെ മകൻ ഞാൻ അവിടെ ചോദിച്ച് മനസ്സിലാക്കിയത്, ആ വീണ്ടും റിവ്യൂ കൊടുത്തു. SFI തന്നെ അന്വേഷിക്കണം, ഇല്ല ഇത് തെളിയല. കോടതി നിരീക്ഷണം വന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞ് ഹൈക്കോടതി ചോദിച്ചു. 12-ാം തീയതിക്ക് ഞാൻ തീരുമാനം എടുത്തോളാൻ പറഞ്ഞു. മനസ്സിലായി? 12-ാം തീയതിക്ക് ഞാൻ തീരുമാനം എടുത്തില്ലെങ്കിൽ കോടതി വാതുറന്ന് വർത്താനം പറയുന്നത് ജഡ്ജി പറഞ്ഞിരിക്കുക. അത് പലപ്പോഴും ജഡ്ജി ഇല്ല കയറി. അപ്പോൾ 12-ാം തീയതി കൊടുക്കാൻ വേണ്ടി ഓർഡർ ഇട്ടു.